ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ കണിമംഗലത്തെ യഥാർത്ഥ അവകാശികളല്ലേ? ഏതോ തെരുവി കിടന്ന ഒരുത്തി കണിമംഗലം ഭരിക്കുന്നത് കണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുമോ? അതിലും ഭേദം നമുക്ക് രണ്ടുപേർക്കും ചത്താ പോരെ. എടോ, ഈ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം മാത്രം നടന്നാ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവില്ല. ഈ അൺഎക്സ്പെക്ടഡ് തിങ്സ് അത് ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ത്രില്ലും കൂടണം. സത്യത്തില് ഞാൻ എന്താ കരുതിയെന്നറിയോ? നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഉഗ്രൻ സർപ്രൈസ്. കാര്യങ്ങളൊക്കെ മാറി മറിയുമ്പോ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ചേഞ്ചസ് ഉണ്ടല്ലോ, അതൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അത്രേ ഉള്ളൂ. ഞങ്ങളെ വിഡ്ഢികളാക്കിയപ്പോ സമാധാനം കിട്ടിയല്ലോ. അതിനിപ്പോ ആരെ വിഡ്ഢികളായത്? ദേവണേ, വെറുതെ പണക്കം കാണിക്കില്ലേ? ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. ഓ, വലിയ തമാശയായി പോയല്ലോ. എന്നോട് തമാശ ഒന്നും പറയണ്ട. താൻ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? എടോ, ആ കാര്യം പറയാതിരുന്ന ഇത്ര വലിയ പ്രശ്നമാണോ? അതെ, കല്യാണത്തിന് മുമ്പ് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ തമ്മിൽ അറിയാൻ പാടില്ലാത്ത ഒന്നും ഉണ്ടാവരുത്, എന്തെങ്കിലും പ്രശ്നം ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതപ്പ തന്നെ പറഞ്ഞു തീർക്കണം എന്നൊക്കെയല്ലേ? എന്നെ പറ്റിച്ചല്ലോ. ശരി, പറ്റിച്ചോ. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാന്ന് പരിഹരിക്കുക? എനിക്കറിഞ്ഞൂടാ. ഞാന് ഒരു ഉമ്മ തന്ന ഇതങ്ങ് തീരൂ. അതായത് ശ്രീമതി, ഞാൻ താങ്കളെ ഒന്ന് കിസ് ചെയ്താ ഈ പ്രശ്നം അങ്ങ് തീരുമെന്നാ ചോദിച്ചത്. ഒന്ന് പോയോ അവിടുന്ന്? അല്ല, ഞാനേ ഇതങ്ങ് തീർത്തിട്ടേ പോകുന്നുള്ളൂ. വേണം, മോറെന്നാ പറഞ്ഞേ. അല്ല, എനിക്കിത് തീർക്കണം. അതെ, നിന്റെ സകല പരിഭവവും ഞാൻ തീർത്തിരുന്നുണ്ട് കേട്ടോ. കയ്യും കാലും വയ്യാതെ തലതല്ലി കരയുന്ന ഏട്ടത്തി അമ്മയും ചെറിയമ്മയും മനസ്സിൽ ധ്യാനിച്ച് ദാ അങ്ങ് പിടിച്ചു. അമ്മേ, കൽപ്പനേ, 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 ഞാനാ ചെറിയമ്മയാ. വന്ന് വാതിൽ തുറക്ക്. വരുന്നു. അമ്മേ, അയ്യോ അമ്മേ. അയ്യോ,
കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ദേഹം മുഴുവൻ വേദനയാ. എന്റെ അവസ്ഥ അത് തന്നെയാ. ഓ ഞാനേ ചൂടുവെള്ളം തൊട്ടുപോലും നോക്കിയില്ല. ഓ വെള്ളം ദേഹത്ത് വീഴുമ്പോ വല്ലാത്ത നീറ്റല്. എന്നാലും ആ വൃത്തികെട്ട മന്ത്രവാദി ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഞാനൊന്ന് ഇരിക്കട്ടെ കൽപ്പന. എല്ലാവരും കൂടി നമ്മളോട് പ്രതികാരം ചെയ്തു. നമ്മൾ ആരെ നശിപ്പിക്കാൻ ശ്രമിച്ചോ അവള് കണിമംഗലത്തെ ഏറ്റവും വലിയ ആളായി. നമ്മുടെ ഗതി കഷ്ടമാ. ഇതിന് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ഉണ്ണാനും ഉറങ്ങാനും കഴിയില്ല. എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. രാവിലെ തന്നെ ഗൗതമിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്നിട്ട് നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ടേ അവൻ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്യട്ടെ. ഓ അവളെ സംരക്ഷിക്കാൻ ഈ കുടുംബത്തുള്ളവര് മുഴുവനും ഉണ്ട്. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ കണിമംഗലത്തെ യഥാർത്ഥ അവകാശികളല്ലേ? ഏതോ തെരുവി കിടന്ന ഒരുത്തി കണിമംഗലം ഭരിക്കുന്നത് കണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുമോ? അതിലും ഭേദം നമുക്ക് രണ്ടുപേർക്കും ചത്താ പോരെ. ഞാൻ അവനെ വിളിച്ച് നാളെ വരാൻ പറയാൻ പോവാ. തൽക്കാലം ഇനി അവൻ മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം. ശരി, ചെറിയമ്മ വിളിക്കേ. ഏതെങ്കിലും ഒരു വഴിക്ക് അവൾക്കൊരു വീഴ്ച സംഭവിച്ചേ പറ്റൂ. മോളെ, മുത്തശ്ശിയെ കൊണ്ട് നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. എങ്ങനെയെങ്കിലും മുത്തശ്ശിക്ക് ആ ഗൗതത്തിന്റെയോ ഉർവശിയുടെ അടുത്തെത്തണം. നിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഉറക്കുക. മുത്തശ്ശി ഇപ്പൊ ഒന്ന് ഇറങ്ങാൻ നോക്കട്ടെ.